നമസ്തേ. കുക്കി ആസ്ട്രോയുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർ രാജ്, താങ്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ 2026 ന്യൂമറോളജി പ്രഡിക്ഷൻ ഫോർ നമ്പേഴ്സ് 1 to 9 ഏറെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചില സംശയങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് ഇന്ന് നമുക്ക് ന്യൂമറോളജിയില് നമ്മുടെ മൂലാങ്ക്, ഭാഗ്യാങ്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഇതെന്താണ്, കുറച്ചും കൂടി ന്യൂമറോളജി വിശദമായിട്ട് നമുക്കിന്ന് മനസ്സിലാക്കാം. ന്യൂമറോളജിക്കലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മൂലാങ്കം ഭാഗ്യാങ്കം വെച്ചിട്ടാണ്. അപ്പൊ മൂലാങ്ക് എന്ന് പറയുന്നത് അദ്ദേഹം ജനിച്ച ദിവസത്തെ നമ്പർ. സോ ഇപ്പൊ ഒരാൾ ജനിച്ചത് നമ്പർ 1 അദ്ദേഹത്തിന് 1, അതുപോലെ 10 1 ആവും. കാരണം ന്യൂമറോളജിയുടെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പറിനെയും സിംഗിൾ ഡിജിറ്റ് ആക്കുക എന്നുള്ളതാണ് ന്യൂമറോളജിയുടെ ബേസിക് കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ 1 ജനിച്ചാലും 10 ജനിച്ചാലും 28 ജനിച്ചാലും ഈ പറഞ്ഞ പോലെ 28 ആകുമ്പോൾ 2 + 8 10 = 1. ഓക്കെ, എടുക്കുന്ന നമ്പർ ഏതൊക്കെയാണ്? 1, 10, 28, അതുപോലെ തന്നെ 19. ഈ 4 നമ്പറിലും ജനിച്ചവർക്ക് നമ്മൾ അവരുടെ മൂലാങ്ക് 1 ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അതുപോലെ തന്നെ ഭാഗ്യാങ്കുണ്ട്. ഈ ഭാഗ്യാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജനിച്ച ദിവസവും മാസവും അതേപോലെ തന്നെ ഇയറും ജനിച്ച വർഷവും അതും എല്ലാം കൂടി ഇങ്ങനെ ടോട്ടലായിട്ട് കൂട്ടുക. ഇപ്പോ സപ്പോസ് ഒരാൾ 5, 12, 19, 80 ജനിച്ചിരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ 5 + 8 അപ്പൊ എത്ര വരുന്നു? 13. 5 + 8 13, 13 + 1 14, 14 പ്ലസ് ഈ 9 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ 9 അത് നമ്മൾ ഈ ബാക്കിയുള്ള നമ്പർ കണക്കാക്കി വരുന്ന നമ്പർ തന്നെ ആയിരിക്കും അത് 9 ആയിട്ട് കൂട്ടുമ്പോഴും. സോ 5 + 8 13, 13 + 1 14, 14 + 8 22, 22 = 4. അപ്പോ അദ്ദേഹത്തിന്റെ 5 എന്ന് പറഞ്ഞ ദിവസത്തിൽ ജനിച്ച അദ്ദേഹത്തിന്റെ മൂലാങ്ക് വന്നിട്ട് 5ഉം ഭാഗ്യാങ്ക് വന്നിട്ട് 4ഉം ആയിരിക്കും. സോ ഇങ്ങനെയാണ് എല്ലാവരും അവരവരുടെ മൂലാങ്കം ഭാഗ്യാങ്കം കണക്കാക്കുന്നത്. ഓക്കെ, നമ്മൾ വരുന്ന വീഡിയോകളിലിട്ട് തീർച്ചയായിട്ടും നമുക്ക് ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഒരു വർക്കിംഗ് ബോർഡിനകത്ത് തീർച്ചയായിട്ടും അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എങ്ങനെയാണ് മൂലാങ്കം ഭാഗ്യാങ്കം കണക്കാക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കണം. അപ്പൊ അവരുടെ ജനിച്ച ദിവസം അതിപ്പോ 5 ആണെങ്കിൽ 5, ഇപ്പൊ 12 ആണെങ്കിൽ 1 + 2 = 3. ഇതാണ് അവരുടെ മൂലാങ്ക്. ഈ മൂലാങ്കിനെയാണ് നമ്മൾ അടുത്ത വർഷം വരാൻ പോകുന്ന 2026 കമ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ഈ ന്യൂമറോളജി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സയൻസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എല്ലാ കാര്യത്തിലും നമ്പേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ മൊബൈല് എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് 24 hours ചിലർ മൊബൈൽ കൈ പിടിച്ചിട്ടായിരിക്കും ജീവിക്കണേ. സോ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അവരുടെ ആ നമ്പർ. അതുപോലെ തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, കാർ നമ്പർ, വീട് നമ്പർ, എവറിത്തിങ് ഗോട്ട് എ നമ്പർ. അപ്പൊ ഈ നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരാളുടെ ജീവിതത്തിൽ പ്ലേ ചെയ്യുന്ന ഒരു റോള്. അപ്പോ ഇതേപോലെ തന്നെ ഈ നമ്പേഴ്സിനെ നമ്മൾ ഓരോ എലമെന്റ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഓരോ കളേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്, പ്ലാനറ്റ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ ചേർത്ത് വെച്ചിട്ടാണ് ന്യൂമറോളജിക്കലി ഇതിനെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. സോ ഇനി 2026 എന്ന് പറഞ്ഞത് നമ്മളിപ്പോ യൂണിവേഴ്സിൽ എടുക്കുമ്പോൾ 2 + 2 + 6 0 ഇല്ല, നമ്പേഴ്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 + 2 + 6. അപ്പൊ അതെന്ന് പറയുമ്പോൾ 4, 2 + 2 4, 4 + 6 10, 10 = 1. സോ നെക്സ്റ്റ് യൂണിവേഴ്സൽ ഇയർ എന്ന് പറയുന്നത് 1 ആണ്. സോ 1 ബേസിക്കലി ഒരു നല്ല വർഷമാണ്. മീൻസ് പലരുടെയും ജീവിതത്തിൽ ഈ 1 തിരിച്ച് വീണ്ടും ന്യൂമറോളജിക്കലി വരുന്നത് ആഫ്റ്റർ 9 years, 9 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഈ 1 വരാൻ പോകുന്നത്. സോ എല്ലാവർക്കും ഒരു നല്ലൊരു അവസരമാണ് ഈ 2026 പുതിയ ഒരു സ്റ്റാർട്ടിങ്ങിന്. പക്ഷെ ചില അതിനകത്തും ഉണ്ട്, ചില നമ്പേഴ്സിന് ഇതൊരു നല്ല വർഷം ആയിരിക്കത്തില്ല. അത് നമുക്ക് വീണ്ടും അടുത്ത ഇതിനകത്തായിട്ട് വരുമ്പോൾ വരാം. പക്ഷെ 2026 ബേസിക്കലി യൂണിവേഴ്സലി ഒരു നല്ല നമ്പറാണ് 1 ഫോർ സ്റ്റാർട്ടിങ് എനിത്തിങ് ന്യൂ. അത് റിലേഷൻഷിപ്പ് ആവാം, ജോബ് ആവാം, ഒരു പുതിയ സ്ഥലത്തേട്ട് പോവുക, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ. ഇപ്പൊ തന്നെ മാഡം തന്നെ ഇപ്പൊ 2026 ആകുമ്പോഴാണ് ഈ ചാനലിന്റെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ന്യൂ ഇയർ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പൊ ഇതിന്റെയൊക്കെ കാരണം പലരുടെയും ഈ 9 ഇപ്പൊ കഴിഞ്ഞ പോയ വർഷം 2025 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ആ നമ്പർ എന്ന് പറഞ്ഞാൽ 9 ആയിരുന്നു. 2 + 2 + 5, 4 + 5 9. 9 എന്ന് പറഞ്ഞ നമ്പർ ന്യൂമറോളജിക്കലി മാർസിനെയാണ് കണക്കാക്കുന്നത്. അപ്പൊ ചൊവ്വ എന്ന് പറഞ്ഞ നമ്പർ ഒരു അഗ്രസീവിനെ കണക്കാക്കുന്ന നമ്പറാണ്. സോ ഈ അഗ്രസീവ്നെസ് നമുക്ക് ഈ വേൾഡ് യൂണിവേഴ്സിൽ കാണാൻ പറ്റും. എത്ര യുദ്ധങ്ങൾ നടന്നു, ഈ ലോകത്ത് ഒത്തിരി കോൺഫ്ലിക്റ്റുകൾ നടന്നു. അപ്പോ അതിനെല്ലാം ഒരു എൻഡ് ഇപ്പൊ ഈ അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് വരുകയും ചെയ്തു. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ ദശയുടെയൊക്കെ
എൻഡ് വരുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു ഇത് കുറയും. അത് തന്നെ സംഭവിച്ചു. കഴിഞ്ഞ വർഷത്ത് സ്റ്റാർട്ടിങ് തുടങ്ങി നല്ല ഒരു അഗ്രസീവായിട്ട് എല്ലാം പോയി, പയ്യെ വീണ്ടും അത് താന്നു വന്നു. ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കും ഒരു പുതിയ ഒരു ഇതിനകത്തായിട്ടാണ് നമ്മൾ പോകുന്നത്. യൂണിവേഴ്സലി എഫക്റ്റ് ഉണ്ട്, പക്ഷെ എങ്കിലും ഇത് ഇൻഡിവിജ്വൽ ചാർട്ടിൽ വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും മാറും. കാരണം അതിനകത്ത് വേറെ ഒത്തിരി ഫാക്ടേഴ്സ് പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷെ യൂണിവേഴ്സലി ഈ ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഈ ഒരു നമ്പർ 1ന്റെ ഹെൽപ്പ് ഉണ്ടാവും, സപ്പോർട്ട് ഉണ്ടാവും. സോ പുതിയ ഒരു വർഷം ഈ പറഞ്ഞ 1ൽ പല കാര്യങ്ങളും തുടക്കം ഇടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയുള്ള സംശയ നിവാരണങ്ങൾക്കും കൺസൾട്ടേഷനും ഡോക്ടറിന്റെ സേവനങ്ങൾ ഓൺലൈനായിട്ട് ലഭ്യമാണ്, അല്ലെങ്കിൽ ലഭ്യമായിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളായിട്ട് കണക്ട് ചെയ്യേണ്ട നമ്പർ, വാട്സാപ്പ് നമ്പർ ഇതാണ്: 7012176219 7012176219. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് കേട്ടോ. വിൽ ബി റിയലി ഹാപ്പി ടു ഹിയർ ഫ്രം യു. സോ അടുത്ത വീഡിയോയിൽ വേറൊരു സബ്ജക്റ്റുമായിട്ട് നമ്മൾ വരുന്നത് വരെ സൈനിങ് ഓഫ് നൗ, യുവർ ഫ്രണ്ട് ഗുരുദേവ് കൗർ. Thank you.